കിഴക്കമ്പലത്ത് ലയൺസ് ജിംഗിൾ പാർക്കിന് പിന്നിലെ ചാലിൽ വീണ് 5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്തം തട്ടിക്കളിച്ച് ബന്ധപ്പെട്ടവർ. ലൈസൻസ് ഇല്ലാത്ത പാർക്ക് പ്രവർത്തിച്ചതിന് ഉത്തരവാദി പഞ്ചായത്ത് സെക്രട്ടറിയാണെന്ന് ഭരണസമിതി പറയുമ്പോൾ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം എങ്ങനെ തന്റെ മാത്രം വീഴ്ചയാകുമെന്നാണ് സെക്രട്ടറിയുടെ ചോദ്യം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുഹമ്മദ് ആദം എന്ന 5 വയസ്സുകാരൻ പഴങ്ങനാടുള്ള ജംഗിൾ പാർക്കിൽ വിനോദയാത്രയ്ക്കെത്തുന്നത്. ഉച്ചഭക്ഷണ സമയത്ത് ആദത്തെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാർക്കിന്റെ പുറകിലുള്ള വെള്ളച്ചാലിൽ നിന്ന് കുട്ടിയെ കിട്ടുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്നാണ് ഓരോ വീഴ്ചകളായി പുറത്തു വന്നത്. 18 ഏക്കറോളം വരുന്ന പാർക്ക് ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി? ലൈസൻസ് കൊടുക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം എന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാദം. പഞ്ചായത്ത് സെക്രട്ടറി ആണല്ലോ ലൈസൻസ് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്, ഭരണസമിതിയല്ല. ഭരണസമിതിയിൽ അങ്ങനെ ഒരു അജണ്ട വന്നിട്ടുമില്ല. പൈസ കൊടുത്താണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടെ പാർക്കിന് അവർ ലൈസൻസിന് ഇവിടെ അപ്ലൈ ചെയ്തിരുന്നു, ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ സെക്രട്ടറിയാണ് അവരോട് ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് അവർ എടുക്കാതിരുന്നതെന്നാണ് നമ്മുടെ അറിവിൽ. സംഭവം നടന്നതിന് പിന്നാലെ പഞ്ചായത്ത് പാർക്കിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ ഇത്രയും നാൾ അത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ചോദ്യം ബാക്കിയാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ തലയിൽ മാത്രം എല്ലാം കെട്ടിവെച്ചൊഴിയാൻ സാധിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാനാണ് ഭരണസമിതിയുടെ നീക്കം. അനധികൃതമായി പാർക്ക് നടത്തുന്ന ആളിനെതിരെയോ അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന ടീച്ചർമാർക്കെതിരെയോ ഒന്നും ഒരു പരാമർശവും നടത്തുന്നില്ല. ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറിയാണെന്തോ വലിയ തെറ്റ് ചെയ്തത് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. പ്രധാനമായും ഈ ലൈസൻസ് നൽകാതിരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള നിലയ്ക്കാണ് വ്യാഖ്യാനിക്കുന്നത്. ഇനിയിപ്പോൾ ലൈസൻസ് നൽകിയിട്ടാണെങ്കിലും ഒരു അപകടം നടക്കാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എപ്പോൾ വേണോ എന്ത് വേണോ ഇവിടെ വേണോ സംഭവിക്കുക. പക്ഷേ ഈ ലൈസൻസ് നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭരണസമിതി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലൈസൻസിന് വേണ്ടി ഒരു അപേക്ഷ തന്നിട്ട് അത് നൽകാതിരുന്നു എന്ന് പറയുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയുണ്ടെന്ന് പറയാം. പഞ്ചായത്ത് ഭരണസമിതിക്കുൾപ്പെടെ ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഇതെല്ലാം ഈ പഞ്ചായത്തിൽ നടന്നതുകൊണ്ടും ഈ പഞ്ചായത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പാർക്കിന് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന് വന്നാൽ അത് പഞ്ചായത്ത് കമ്മിറ്റിക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ഒരു ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉള്ളത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. RDO അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർക്കിന്റെ നടത്തിപ്പുകാരൻ നിലവിൽ ഒളിവിലാണ്. നഷ്ടം സംഭവിച്ചത് ആ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും മാത്രം. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.